ഹലോ ഗൈസ്, വെൽക്കം ടു സിയാസ് വ്ലോഗ്. അപ്പോൾ നമ്മുടെ ജൂനിയേഴ്സ് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്ത ഫെയർവെൽ പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോയാണിത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വന്ന് നമ്മുടെ അനുഭവങ്ങളൊക്കെ പറയണമായിരുന്നു. നിർബന്ധമല്ല, ഇഷ്ടമുള്ളവർക്ക് പറയാം. ഞാൻ ഒരു 17 മിനിറ്റ് സംസാരിച്ചു. ഞാനായിരുന്നു ആദ്യം സംസാരിച്ചത്. അതിനുശേഷം എല്ലാവരും പറഞ്ഞു. എല്ലാവർക്കും പറയാനൊന്നും ടൈമൊന്നും കിട്ടിയില്ല. എന്നാലും ചുരുക്കിയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് ഓർമ്മകളെല്ലാം നമ്മൾ ഒന്നുകൂടി ഓർത്തെടുത്തു. ഒന്ന് ഈ കോഴിക്കോട്, മലപ്പുറം എല്ലാവരും അപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ളൊരു മീൻസ് അവരൊരു നന്മയൊന്നുമില്ല. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു ഫ്രണ്ട്സൊക്കെ പറയാം മീൻസ് അതൊരു രസമായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു പിള്ളേരൊന്നും പോലെയൊന്നുമില്ല. കുറച്ചുകൂടെ ഭയങ്കര ഒരു നല്ല മനസ്സുള്ളതാണ് ആയിരുന്നു. അല്ല, ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരു സൗമ്യത. നമ്മളൊക്കെ ഇവിടെ എന്ത് പറഞ്ഞാലും മീൻസ് ഞാനൊക്കെ വിട്ടൊന്നിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇവരെ ഭയങ്കര സോഫ്റ്റ് ഹാൻഡിങ് എല്ലാ കാര്യങ്ങളും. അതൊക്കെ ഒരു അവരെ കുറച്ച് ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ടായി. ഇത് ടീച്ചർ പറഞ്ഞു. അടുത്ത് കമലാ ടീച്ചർ എന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ 3rd സെമ്മിലായിരുന്നു ഇംഗ്ലീഷിന്റെ എക്സാം. അപ്പൊ ടീച്ചർ 4th സെമ്മില് ഇംഗ്ലീഷിൽ നിന്ന് കൂടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ പഠിപ്പിച്ച ആത്മാർത്ഥതയുടെ നിറകുടം എന്ന് പറയുന്നത് ടീച്ചർ എപ്പോഴും പറയും. ടീച്ചർ കാണിക്കുന്ന എപ്പോഴും മൊത്തം നമ്മൾ ടീച്ചറിന്റെ അടുത്ത് ടീച്ചർ കാണിക്കുന്ന ടീച്ചർ പറയും. അങ്ങനെയല്ല, നമുക്ക് ഓരോരുത്തർക്കും ടീച്ചറിന്റെ അടുത്ത് അത്രയും സ്നേഹമുണ്ട്, അത്രയും കടപ്പാടുണ്ട്. ടീച്ചർ ചെയ്ത ടീച്ചർ ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ടീച്ചറെ സംസാരിച്ചിട്ട് കയറിയാൽ ഉള്ള കോൺഫിഡൻസ് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം അത് മുമ്പ് നമ്മൾ കൊള്ളാറും അധ്യാപകരും അല്ലാത്തവരൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ടീച്ചർ ആരാണ്? ചിന്ത ടീച്ചറിനെ എല്ലാവരും പറയാമോ. ടീച്ചർ അങ്ങനെ ഇങ്ങനെ ഒന്നും ശരിയിട്ട് ഒപ്പിട്ടതായിരിക്കും. ടീച്ചർ എല്ലാം അത്രയും വൃത്തിയായിട്ട് പെർഫെക്റ്റ്. ടീച്ചർ ഒരു വാക്കും വരിയും വിടാതെ മൊത്തം വായിച്ച് നോക്കിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. കമ്മിറ്റ്മെന്റ് ആണ് കാണിക്കുന്നത്. റായിഫ ടീച്ചർ ഇത്രയും കിടന്ന അധ്യാപകരാണ് നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അതിന് എനിക്ക് പറയാൻ ഞാൻ മീൻസ് എന്റെ ഒരു പെണ്ണാണ് കഴിയുന്നത്. അപ്പൊ എന്റെ കല്യാണമൊക്കെ ഉടനെ വരും. ഉടനെ അല്ല, ഒരു 6 months ഒക്കെ കഴിയുമ്പോഴത്തേക്കും കാണും. അപ്പൊ എനിക്ക് സന്തോഷമായിരിക്കും. പക്ഷെ ചിലർക്കൊക്കെ ദുഃഖം വരും. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഇഷ്യൂസ് കാരണം ഞാനത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇവർ ചെറിയൊരു മെമ്മറി റൂമൊക്കെ സെറ്റ് ചെയ്തിരുന്നു. ഞങ്ങളുടെ ഒരുപാട് ഫോട്ടോസൊക്കെ അതിനകത്ത് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഗുഡ് ഫീലിംഗ് തന്നെയായിരുന്നു. ഇത് ഞാനും ഇർഫാനും തീർച്ചയുമാണ്. ഈ മനോമി ഓടിച്ചാടി പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെയും അവളുടെയും ഒരു ഫോട്ടോ കാണിക്കാനാണ്. അവസാനം അത് അവൾ പൊട്ടിച്ചെടുത്തുകൊണ്ടൊക്കെ പോയിരുന്നു. മനോമി ഒരു വളരെ നല്ല കുട്ടിയാണ് ഗൈസ്. പറയണ്ട മതി. എൻ്റെ ഫിയാൻസിക്ക് സിൽവർ വാച്ചാണ് ഇഷ്ടം എന്ന് ഞാൻ പറയുന്ന വീഡിയോയിൽ സിയാത്ത് ഏത് വാച്ച് വാങ്ങിയാലും എനിക്കത് ഇഷ്ടപ്പെടും എന്ന് കമന്റ് ഇട്ട അമ്മയാണ് ആ അമ്മ. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പെറ്റാണ് അവൻ. 18 വയസ്സാണ് പ്രായം. എല്ലാവർക്കും അവന് മിസ് ചെയ്യും. എനിക്ക് വേണ്ടി ജെനുവിൻലി ഹാപ്പി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇവരൊക്കെ. ഐ ആം സോ ഹാപ്പി ഫോർ ഹാവിങ് ദം അറൗണ്ട് മീ. അപ്പോൾ ബൈ ഗൈസ്, നെക്സ്റ്റ് വ്ലോഗിൽ ബാക്കി കാണാം.